പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ, ഒരു സിനിമ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് മാരീസൻ സിനിമ ഉണ്ട്. മാരീസൻ, വടിവേലു, നമ്മുടെ ഫഹദ് ഫാസില്, കോവൈ സരള, പിന്നെ നമ്മുടെ സിത്താര, പഴയ സിത്താര നടി, മഴവിൽക്കാവടി സിനിമയിലൊക്കെ തകർത്തഭിനയിച്ച സിത്താര ഇവരഭിനയിച്ച തമിഴ് മൂവി മാരീസൻ. വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. വളരെ ഒരു എട്ട് പത്ത് ആർട്ടിസ്റ്റുകൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പടം. 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂറിന് മുകളിലുണ്ട് പടം. കുടുംബമായിട്ടാണ് പോയി കണ്ടത്. പടം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ നല്ല എക്സലന്റ് ഫിലിം എന്ന് തന്നെ പറയേണ്ടി വരും. എക്സലന്റ് പറഞ്ഞാൽ നല്ല എക്സലന്റ് ഫിലിം. പക്ഷെ തിയേറ്ററിൽ ആള് കുറവായിരുന്നു. പൊതുവെ ഒരു എന്റർടൈൻമെന്റ് ഫിലിം അല്ലാത്തതുകൊണ്ടാകാം പടത്തിന് ആള് കുറവായിരുന്നത്. പക്ഷേ പടം 2.5 മണിക്കൂർ നല്ല സ്റ്റൈല് ഫിലിം. ഇപ്പം ബ്ലോഗ് ചെയ്യുന്ന പലരും പടം മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയണ മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് ഈ പടം. കാരണം ഇത് ഇത്തിരി ഗ്രേഡുള്ളവർ കാണുന്ന സിനിമയാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്തിരി ചിന്തിക്കുന്നവരും സമൂഹത്തിന്റെ ഉൾക്കാഴ്ചയിലോട്ടൊക്കെ ഇറങ്ങി നിയമവശങ്ങളൊക്കെ നോക്കുന്നവരും നല്ല മനസാക്ഷിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇത്. OTT വല്ലാതെ ഈ പടം ഭയങ്കരമായിട്ട് ഹിറ്റാവാനാണ് ചാൻസ്. തിയേറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പടത്തിന് എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് കുറവാണ്. പക്ഷെ തിയേറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഹിറ്റിലോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വലിയ ഹിറ്റിലോട്ട് പോകേണ്ടതാണ്. പഴയ കുറച്ച് കാലത്തിന് മുമ്പുള്ള ഒരു ട്രെൻഡൊക്കെ അനുസരിച്ച്, ഒരു 10-15 വർഷത്തിന് മുമ്പേയൊക്കെ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ വലിയ ഹിറ്റിലോട്ട് പോകേണ്ട മൂവിയാണ്. പക്ഷെ ഇത് ഒന്നുകിൽ ഇനി സാവധാനം ഓഡിയൻസിന്റെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടി ഈ പടം വലിയ ഹിറ്റിലോട്ട് പോകണം എന്നാണ് എന്നെ പോലെയുള്ള ഒരു സിനിമ ആസ്വാദകന്റെ അഭിപ്രായം. പക്ഷെ തിയേറ്ററിൽ ഇന്ന് ശനിയാഴ്ച ആയിട്ട് കൂടി ഒരു 100 സീറ്റിന് താഴെ ആളുള്ളൂ. ശനിയാഴ്ച ആയിട്ട് കൂടി അത് ഫസ്റ്റ് ഷോയ്ക്ക് പോലും 100 സീറ്റിന് താഴെ ആളുള്ളൂ പടത്തിന്. അതിൽ തന്നെ ഫാമിലി വളരെ കുറവാണ്. പക്ഷെ ഈ സിനിമ പുതിയ തലമുറയിലെ ഫാമിലി കാണേണ്ട പടമാണ്, കാണേണ്ട ഒരു ചിത്രമാണ്. അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇത് ഒരു നോർമൽ ഈ പടത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമയെ കുറിച്ചൊരു പ്രേക്ഷകൻ എന്ന് പറയുന്ന നിലയ്ക്ക്, ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ പടത്തിലെ കുറിച്ച് എനിക്കൊരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. ഈ സിനിമയ്ക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ചുറ്റുപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മതം തലയ്ക്ക് പിടിച്ച്, അല്ലെങ്കിൽ എന്തോ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിക്കണേക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും മതത്തെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ട് അഭിനയിക്കുന്ന ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതലും നാഷണൽ അവാർഡ് വീഴുന്നത്. അത് അത്തരം രീതിയിലല്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു രീതിയിലും അല്ല സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രങ്ങൾക്കാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ഈ വർഷത്തെ നാഷണൽ അവാർഡ് ഫഫയും വടിവേലും കൂടെ തുല്യമായി പങ്കിടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മതത്തെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് പ്രഖ്യാപിക്കുന്നെങ്കിൽ, അപ്പൊ അതിനകത്ത് വേറെ കൈകടത്തലുകളില്ല എങ്കിൽ, ഇപ്പൊ കുറെ കാലം കൊണ്ട് കുറെ കലക്കലുണ്ട്. ഇപ്പൊ ഒരു 4-5 അല്ലെങ്കിൽ 8-10 ഒരു 8-10 വർഷമായിട്ട് വളരെ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ നോക്കിയാൽ ഇപ്പൊ ഒരു 6-7 വർഷം 5-6 വർഷം കൊണ്ട് വളരെ ദയനീയമാണ്. എല്ലാ സിനിമകളും തന്നെ എന്തെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു അഭിനയ സാധ്യതയില്ലാത്ത റോളുകൾ ചെയ്യുന്ന ഒരു നാഷണൽ അവാർഡ് വാങ്ങുന്നു. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അത് എന്തോ അതൊക്കെ ജൂറിയുടെ ഒക്കെ തീരുമാനമാണ്. ഞാൻ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നുമല്ല എങ്കിൽ, നമ്മൾ യാഥാർത്ഥ്യ ജീവിതത്തോടു കൂടി യാത്ര ചെയ്യുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞാൽ, നല്ല വീക്ഷണമുള്ളവർ നാഷണൽ അവാർഡ് പാനലിൽ ഇരുന്നാൽ അതിനകത്ത് ആരും കൈ കടത്തുന്നില്ലെങ്കിൽ ഈ വർഷത്തെ
തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും സ്പെഷ്യൽ ജൂറി അവാർഡുകളും പിന്നെ നാഷണൽ അവാർഡ് 2024-25 നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും ആ നാഷണൽ അവാർഡ് ഒന്നും ആലോചിക്കാതെ എടുത്തു കൊടുക്കാൻ പറ്റിയ 2 കഥാപാത്രങ്ങളാണ് ഈ മാരീസെല്ല് ഫഫ ചെയ്യുന്നത്, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നതും വടിവേലു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഈ കഥാപാത്രം. ഒരു രക്ഷയുമില്ല രണ്ടുപേരുടെ അഭിനയം. പിന്നെ ഈ പടത്തിൽ ഒരു സിനിമയ്ക്കുള്ള ഡയറക്ഷൻ അവാർഡ് അത് കൊടുക്കണമെങ്കിലും ഈ പടത്തിന് ഡയറക്ടർക്ക് ഒന്നും ആലോചിക്കാതെ കൊടുക്കാം. അങ്ങനെ 3 നാഷണൽ അവാർഡ് കിട്ടാൻ 100% അർഹതപ്പെട്ട സിനിമയാണ്. കാരണം വേറെ ഒരു രീതിയിലും കൈകടത്തലില്ലെങ്കിൽ ആ നിലയിലാണ് സിനിമ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വടിവേലു എന്ന് പറയുന്ന നടനൊക്കെ ഉള്ള ഒരു ഗ്രാഫ് എത്രയോ എക്കാലവും കോമഡി ചെയ്ത് എക്കാലവും ഒരു സെക്കൻഡറി നടനായിട്ട് നിന്ന് ക്യാരക്ടർ റോളുകൾ അത്രയൊന്നും കിട്ടിയിട്ടില്ല. ഈ നടനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. പക്ഷെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എത്ര വാചാലനായാലും തീരൂല. ആ ലെവലിലാണ് വടിവേലു എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസ്. കാരണം ഇതിനകത്ത് ഫഫയുടെ പെർഫോമൻസ് മോശമെന്നോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിലും ഒരു പൊടിക്കും താഴ്ന്നു നിൽക്കുന്നു എന്നല്ല പറയുന്നത്. ഫഫയെ സംബന്ധിച്ച് ധാരാളം പടങ്ങളിൽ ഫഫ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ഫഹദ് ഫാസിലിന്റെ ചില ചിത്രങ്ങൾ പൊളിഞ്ഞതിന് ശേഷം ഫഹദ് ഫാസിലിന്റെ റിട്ടേൺ വരവിൽ തന്നെ അദ്ദേഹത്തിന് അതിന് അത്രയും മാത്രം കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യാനും പറ്റി, പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു, ഭദ്രമാവുകയും ചെയ്തു. അത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മാമന്നൻ, പിന്നെ മലയാളത്തിൽ തന്നെ മറ്റു പല ചിത്രങ്ങളും ഇടുക്കി പശ്ചാത്തലമാക്കി എടുത്തിട്ടുള്ള ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. അപ്പോൾ അതൊക്കെ ഒരു രക്ഷയില്ല, അതിലൊക്കെ പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ പല പല ചിത്രങ്ങളിലും തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കഥാപാത്രമായിട്ട് ചെയ്ത് വന്ന ഒരു മലയാള സിനിമയുണ്ട്, പെട്ടെന്ന് മെമ്മറിയിൽ പറഞ്ഞില്ല. പുള്ളി ഒരു ബാർബറായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിൽ നമ്മുടെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ രംഗപ്രവേശം ചെയ്ത ചിത്രമുണ്ട്. അത് ടി വിയിൽ സ്ഥിരം വരാറുണ്ട്. അപ്പം ഇത്രയും പുള്ളിക്ക് പ്രൂഫ് ചെയ്യാൻ ധാരാളം കഥാപാത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് എൻ്റർടൈൻമെൻറ്റ് ഫിലിമായാലും ക്യാരക്ടർ റോളായാലും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫഫയുടെ അഭിനയം എന്നെ ഞെട്ടിച്ചിട്ടില്ല. കാരണം അത് നമുക്ക് അറിയാം, പുള്ളി ചെയ്യും, ഫഫ ചെയ്യും, ഫഹദ് ഫാസിൽ അത് ചെയ്യും. പക്ഷേ വടിവേലു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എത്രയും ഏജായി, പുള്ളിക്ക് ഇപ്പോൾ 65 വയസ്സെങ്കിലും കാണുമെന്നാണ് എൻ്റെ കണക്കുണ്ട്. പക്ഷേ അദ്ദേഹമൊക്കെ വളരെ ലേറ്റായിട്ട് ഇത്രയും കാലം ഇത് എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടിയില്ല, ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. തമിഴ് ഇൻഡസ്ട്രി ഒരു 30 വർഷം മുമ്പെങ്കിലും ഈ വടിവേലുവിനെ ഉപയോഗിച്ചു തുടങ്ങിയെങ്കിൽ തമിഴ്നാടിൻ്റെ മുത്തായിട്ട് മാറുമായിരുന്നു. മീൻസ് ഒരു കോഹിന്നൂർ രത്നമായി മാറുമായിരുന്നു വടിവേലു. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം എത്ര പുകഴ്ത്തി പറഞ്ഞാലും തീരൂല. അത്ര എനിക്കിത് പറഞ്ഞു പറയില്ല, അത്ര അൺബിലീവബിളാണ്. കാരണം അദ്ദേഹം ആ ഇതിൽ 1-2 ഷോട്ടുകളിലൊക്കെ ആ സീൻ സീക്വൻസ് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ശേഷം ക്ലോസ് ഷോട്ടിൽ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് എന്തോ ചലഞ്ച് ചെയ്ത് തീർത്തതിന് ശേഷം മനസ്സിൽ നിന്ന് ഉണർന്ന് വരുമ്പോഴുള്ള ഒരു ഫീലുണ്ട്, ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിനോട്, അതായത് മക്കളില്ലാതിരുന്നിട്ട് കൂടി ആ കഥാപാത്രം, അതാ ഞാൻ കഥയൊന്നും പറയില്ല കേട്ടോ, ഓഡിയൻസിനോട് ഞാൻ തുറന്നു പറയണത്. ഈ പല ചെയ്തികൾ ചെയ്തതിന് ശേഷവും അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി വരുന്ന ഒരു ഫീല് പുള്ളി പുറത്തു ഇങ്ങനെ ക്യാമറയുടെ ക്ലോസിലോട്ടൊക്കെ വന്ന് അഭിനയിക്കുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ
സിനിമ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കല്ല, അല്ലാത്തവർക്ക് തന്നെ അത് മനസ്സിലാവും. വല്ലാത്ത അഭിനയമാണ് കേട്ടോ, അത് എടുത്തു പറയേണ്ടി വരും. അങ്ങനെ വടിവേലു എന്ന് പറയുന്ന ഒരു നടന്റെ പ്രതിഭാസം തന്നെയാണ് മാരീസൻ സിനിമ. ഒപ്പം ഫഫ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടന് നാഷണൽ അവാർഡ് വെറുതെ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര എക്സലൻ്റ് അഭിനയമാണ്. രണ്ടുപേരും കൂടെ ഈ വർഷത്തെ നാഷണൽ അവാർഡ് പങ്കിടട്ടെ. ഇതാണ് എനിക്ക് ഈ പടത്തിൻ്റെ ബേസ് പറയാനുള്ളത്. എനിക്ക് വളരെ എഫോർട്ടോട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി അടുത്തുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കോവ സരള എന്ന് പറയുന്ന നടി, അവരും ഇതുപോലെയാണ് തറ കോമഡികളായിട്ട് നടന്നതിന് ശേഷം ഈ അടുത്ത കാലത്ത് ഒരു ഏജ് മാറി, അവർക്കൊരു 60 വയസ്സൊക്കെ വരും. ഏജ് മാറിയതിന് ശേഷം 4-5 സിനിമ അങ്ങോട്ട് ചെയ്തിറക്കിയിട്ടുണ്ട്. ഒരു കൊച്ചിനെ വെച്ചിട്ടുള്ള ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇവർ ഈ അടുത്ത കാലത്തൊന്നും നന്നായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തിലിറങ്ങിയ സിനിമ, ഈ ഒരു നിവൃത്തിയില്ല. അവർ ഇതിലൊരു ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല സ്റ്റൈലാ ചെയ്തിട്ടുണ്ട്. അതിനും അവർ അഭിനന്ദിക്കാതിരിക്കുക ഒരു നിവൃത്തിയില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 4-5 കഥാപാത്രങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ സിത്താര, മലയാളത്തിൽ മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാമുകിയായിട്ട്, പിടിച്ചു നീക്കിയ കാമുകിയായിട്ട് അഴിഞ്ഞാടിയ നടിയാണ്. ഇപ്പോൾ തെലുങ്കിലെ, കന്നഡ, തമിഴ് സിനിമകളിലൊക്കെ എക്സിക്യൂട്ടീവ് റോളിൽ നിൽക്കുന്ന അമ്മ എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ നടിയിലൊരു പ്രതിഭാസം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ സിനിമ ഓരോ കഥാപാത്രവും തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരിലും പ്രതിഭ അചഞ്ചലമായി നിൽക്കുകയാണ്. പക്ഷെ അചഞ്ചലമായി നിൽക്കുന്ന ഇവർക്കൊന്നും നല്ല സമയത്തൊന്നും അത് പ്രൂഫ് ചെയ്യാൻ പറ്റിയ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ കിട്ടിയില്ലെങ്കിൽ പോലും പിൽക്കാലത്ത്, ഞാൻ അതാണ് പറഞ്ഞത്, ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടായാലും കിട്ടി. ആ സിത്താര എന്ന് പറയുന്ന നടിയുടെ ഭാവപകർച്ച ഈ സിനിമയിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു അൾസൈമേഴ്സ് വരുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ലെവലിൽ ചെയ്യുന്ന കഥാപാത്രം. അവർ മെല്ലെ മെല്ലെ മറവിയിലോട്ട് പറഞ്ഞതും, വടിവേലുവിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുമ്പോൾ അതിനകത്തുള്ള കോർഡിനേഷനും, പിന്നെ അവർ മെല്ലെ മെല്ലെ അൾസൈമേഴ്സിലോട്ട് പോകുന്നതും, നമ്മൾ എത്ര അൾസൈമേഴ്സ് വന്നാലും നമ്മൾ ഫോക്കസ് ചെയ്യണ, പാഷനോട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ലെന്ന് തെളിയിക്കുന്നതും. അങ്ങനെ അവർ ആ കഥാപാത്രം, കൊടുത്ത കഥാപാത്രത്തിൽ ഫഫയ്ക്കൊപ്പവും വടിവേലുവിനൊപ്പവും, എന്നാൽ ചില സമയത്ത് ഇവരെക്കാളും മുകളിൽ പോകുന്ന പോലത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഫഫയെക്കാളും വടിവേലുവിനെക്കാളും നമ്മുടെ ഈ നടി, അതായത് സിത്താര കുറച്ചുകൂടെ മുകളിലോട്ട് അഭിനയിക്കാനായിട്ട് തോന്നി പല ഷോട്ടിൽ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ അത്ര ഒത്തു വന്നതുകൊണ്ടാണ്. ഇങ്ങനെ 4-5 കഥാപാത്രങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തർ യാത്ര ചെയ്യണത്. പിന്നെ ഒപ്പം ഫഫയുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് ധാരാളം സിനിമയിലുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അദ്ദേഹവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഏജ് വരും, ഒരു 50 വയസ്സ് വരും തോന്നും. അങ്ങനെ ഒരു എക്സലൻ്റ് ആയിട്ടൊരു അഭിനയ കളരിയാണ് ഈ സിനിമ. പിന്നെ കഥ പറയുന്ന രീതി, ഡയറക്ടർ സ്ക്രിപ്റ്റ്, അയ്യോ ഒരു രക്ഷയില്ല. അതായത് 5-6 കഥാപാത്രം വെച്ച് ഒരു റോഡ് മൂവിയായിട്ട് ഈ സിനിമ എടുത്തതിന് ശേഷം ആ പടം 2.5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂർ, അതായത് 2.5 മണിക്കൂറും പിന്നെയും 10 മിനിറ്റും കൂടെ ഒരു വിധത്തിലും ബോറടിക്കാതെ സസ്പെൻസിൻ്റെ ഒരു ത്രില്ലിലിരുത്തി ചിന്തിപ്പിച്ചിറക്കുന്ന ഒരു ചിത്രം. അതിന് ആ സ്ക്രിപ്റ്റ് എഴുതിയ ആളിനും ഡയറക്ടർക്കും ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ഈ സിനിമ ഒരിടത്തും ബോറടിക്കാതെ കഥാപാത്രങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഡയറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ക്യാമറ ചലിക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ എക്സലൻ്റ് ആയിട്ട് ക്യാമറ ചലിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിഷ്വല് പോണ രീതി, അയ്യോ ഒരു രക്ഷയില്ല. ഗ്രാമത്തിൽ വരുമ്പോൾ ഗ്രാമത്തിൽ, റോഡിൽ വരുമ്പോൾ റോഡിൽ, ഹോട്ടലിനകത്തോട്ട് ആ സീന് കയറുമ്പോൾ അങ്ങനെ, പിന്നെ കഥാപാത്രത്തിന് ക്ലോസ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ,
അയ്യോ, ക്യാമറമാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഛായാഗ്രഹണം എന്ന് പറയുന്ന ആ സാധനം പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അങ്ങനെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം പൊളി ഫിലിമാണ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചിന്തിച്ച് കുടുംബം കുടുംബത്തോടെ പോയി കാണേണ്ട ചിത്രമാണ് ഈ പടം. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയേണ്ടത് ഇതെല്ലാം നമ്മൾ എടുത്ത് പറയുമ്പോഴാണ് ഈ പടത്തിന് എടുത്തിരിക്കുന്ന പശ്ചാത്തല സംഗീതവും ആ പടത്തിന് എന്താണോ വേണ്ടത് അതിനപ്പുറം ആ മ്യൂസിക് ഡയറക്ടർ ഒരു അനാവശ്യമായിട്ട് ഒരു ചലനവും സൃഷ്ടിച്ചിട്ടില്ല. സാറിന് ഇപ്പോഴുള്ള കുറേ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും തട്ടുപൊളിപ്പ സാധനം കേട്ടും പല സീനിലും ഫഫയെ കാണിക്കുമ്പോഴോ വടിവേലുവിനെ കാണിക്കുമ്പോഴോ ഒക്കെ. ഇതങ്ങനെ ഒരു പരിപാടിയില്ല. നല്ല നമ്മളെ കഥാപാത്രത്തിൽ നിന്ന് എങ്ങും വിട്ടുപോകാത്ത രീതിയിൽ ഒരുക്കിയിരിക്കുന്ന സംഗീതം, ഓ അമേസിങ് എന്ന് പറയേണ്ടി വരും. ആ മ്യൂസിക് എന്ന് പറയണത്, കാരണം ആ മ്യൂസിക് വീണ ഈ കഥാപാത്രങ്ങളെല്ലാം വീണു. ഈ കഥാപാത്രത്തെ ഒരിടത്ത് ഏച്ച് കെട്ടില്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ട്. എക്സലന്റ് മ്യൂസിക്, എക്സലന്റ് എന്ന് പറഞ്ഞാൽ എക്സലന്റ്. ഞാനല്ലേ പറഞ്ഞത് ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ക്യാമറ പിന്നെ മ്യൂസിക് എക്സലന്റ്. അങ്ങനെ ഒരു ടോട്ടൽ ഫിലിമാണത്. ഇതെല്ലാം കഴിഞ്ഞ് കഥയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ സിനിമ തുറന്നു കാണുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുട്ടികൾ എന്ന് പറയുന്നത് ഒരു തരം എന്ത് പറയണത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിമ വസ്തുവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴും ഈ ആധുനിക യുഗത്തിൽ. കാരണം എന്തോ ആഗ്രഹങ്ങൾ ഏച്ച് കെട്ടി വിടുന്ന അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികളൊന്നും ഭയന്നു പോകും. പ്രശ്നങ്ങളില്ലാത്ത വീടില്ല, ആഗ്രഹങ്ങളില്ലാത്ത അച്ഛനും അമ്മമാരില്ല. പക്ഷെ അങ്ങനെയല്ല, കുട്ടികളുടെ ആഗ്രഹങ്ങൾ തുറന്നു വിട്ടുകൊണ്ട് അവരെ കൂടുതൽ അവരെ ഓപ്പണൈസ് ചെയ്യേണ്ടത് ഈ സിനിമ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോണ ഒരു കഥയാണ്. ഞാൻ കഥ പറയുന്നില്ല, അങ്ങനെ പോകുന്ന കഥയാണ് ഈ സിനിമ കംപ്ലീറ്റ്. അതിൽ നിന്ന് വരുന്ന ചലഞ്ചിങ് ആണ് പടം, അതിൽ നിന്ന് വരുന്ന ക്രൈമാണ് സിനിമ. അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു സൈക്കോളജിക്കൽ പാത്ത് അറിയേണ്ട ഒരു സിനിമ കൂടിയാണിത് പ്രേക്ഷകർ. അതാണ് ഞാൻ പറയുന്നത്, ഇത് ഫാമിലി കാണേണ്ട സിനിമയാണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളോടുകൂടി കുടുംബമായി പോകേണ്ട ഒരു നല്ല സിനിമയാണിത്. പക്ഷെ ഇതൊരു നല്ല ചിത്രമാണ്. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായിട്ട് കാണേണ്ട തിയേറ്ററിൽ പോകരുത്, അങ്ങനെ പോകരുത്. അല്ലാതെ നിങ്ങൾക്ക് നല്ല ഒരു എക്സലന്റ് മൂവിയാണ് മാരീസൻ. കാരണം ആ ലെവലിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്, ആ ലെവലിലാണ് കഥാപാത്രങ്ങൾ പോണത്, ആ ലെവലിലാണ് ഇതിൻ്റെ ക്രൈം പോണത്. അത് ഓരോ വീട്ടിനകത്തും കൂടെ സഞ്ചരിക്കുകയാണ്. കുടുംബം ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഈ പടത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അത് എങ്ങനെയാണ് സമൂഹത്തിൽ കൂടി യാത്ര ചെയ്യണത്, നിങ്ങളുടെ കുട്ടികളെ യാത്ര ചെയ്യണത്, ഈ കുട്ടികൾ നാളെ സമൂഹത്തിൻ്റെ ഓപ്പണൈസ് ചെയ്ത് വന്നില്ലെങ്കിൽ വരുന്ന ആ ട്രാപ്പിംഗ് ആണ് പടം. ആ ട്രാപ്പിംഗ് പടത്തിൽ ഇന്ന് മൂടപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോഴും തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, നൂറുകണക്കിന് കുട്ടികളെ കൊലപാതകങ്ങൾ ചെയ്തിട്ട് എന്തെന്ന് പോലും പുറത്തു വരാത്ത രീതിയിൽ വർഷങ്ങളായിട്ട് മൂടി വയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നടക്കണമെന്നില്ലെങ്കിലും നാട്ടിലെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അഗാധമായി നടക്കുന്നു, പല സ്റ്റേറ്റുകളിലും. അത് 100 1000 കണക്കിന് കൊലപാതകങ്ങളല്ല. ഇത് ഏതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ പിന്നെ അനക്കാൻ പറ്റൂല. അപ്പോൾ ഈ കുട്ടികളിൽ ഓപ്പണൈസ് ചെയ്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ സ്ട്രഗിളിങ് ഉണ്ടെങ്കിൽ കുട്ടികൾ അത് വീട്ടിൽ നല്ല രക്ഷകർത്താക്കളെന്ന് തുറന്ന് പറയാൻ പറ്റുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും പെട്ടെന്ന് അത് ഗ്രാഫ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് പറ്റൂല. അങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ആ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമതൊരാൾ ഇറങ്ങിത്തിരിക്കുന്നതൊക്കെയാണ് സിനിമ. അപ്പോൾ അങ്ങനെ പോകുന്ന നല്ലൊരു ചിത്രം. അങ്ങനെ വരുമ്പോൾ നിയമം പോലും നമ്മുടെ മുമ്പ് തലകുനിക്കേണ്ടി വരുന്നു എന്ന് പറയണതാണ് സത്യം. അതാണ് നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത്, നമ്മുടെ കേസുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതി. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, ഇതൊരു സിനിമയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, നല്ല ഒന്നാം തരം സ്റ്റാൻഡേർഡ് മൂവി മാരീസൺ. അടുത്ത നാഷണൽ അവാർഡ്, ഈ വരുന്ന നാഷണൽ അവാർഡ് വടിവേലും ഫഫയും പങ്കുവയ്ക്കട്ടെ. ഒപ്പം ഈ പടമെടുത്ത എല്ലാവർക്കും, പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഈ പടം തിയേറ്ററിൽ നിന്ന് ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കട്ടെ. OTT മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ അത് പ്രോഫിറ്റിൽ പോട്ടെ. എങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ ഇതുപോലെ ചെയ്യാൻ ധൈര്യം കാണിക്കുള്ളൂ ഓരോരുത്തരും.
അത് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കട്ടെ. ഇതുപോലെ തുടർന്ന് നല്ല ചിത്രങ്ങൾ വരട്ടെ. വളരെ നല്ല മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെച്ച എല്ലാവർക്കും നൊബക്സോളയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. ഞാൻ വീണ്ടും പറയുന്നു പ്രേക്ഷകരുടെ, തിയേറ്ററിൽ കാണേണ്ട പടമാണ്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇനി എന്തെങ്കിലും കാരണവശാൽ പറ്റാതെങ്കിൽ നിങ്ങൾ OTTയിലായാലും ഈ സിനിമ പേയ്മെൻറ്റ് കൊടുത്ത് കാണുക. നല്ല സ്റ്റാൻഡേർഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് മുകളിലുള്ളവർക്കുള്ള ചിത്രമാണ്. ചിന്തിക്കുന്നവർക്കും നല്ല എഫോർട്ട് എടുക്കുന്നവർക്കും റിസ്ക് എടുക്കുന്നവർക്കും സമൂഹത്തെ തുറന്ന കണ്ണോടെ കാണുന്നവർക്കുള്ള ചിത്രമാണ്. അല്ലാതെ ഒരു സാധാരണ ഒരു ഫാമിലിക്കോ അങ്ങനെയുള്ളവർക്കുള്ള ചിത്രമല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കുള്ളൊരു ചിത്രം കൂടിയായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നിങ്ങൾ കാഴ്ചപ്പാടോടുകൂടി പോയി കണ്ടാൽ മനസ്സിലാവും. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കഥ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലെ കഥയാണെന്ന് ഞാൻ ഓർമ്മിച്ചുകൊണ്ട് കൂടുതൽ അകത്തോട്ടിറങ്ങി വേറെ ഒന്നും പറയാൻ ആഗ്രഹിക്കാനും പറയാൻ പറ്റുന്നതും അല്ലാത്തതുകൊണ്ട് സിനിമ നിങ്ങൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ കാണുക. ഈ സിനിമയുടെ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും നൊബക്സോളോയുടെ പേരിൽ അഭിനന്ദനങ്ങളും സന്തോഷം അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. നൊബക്സോളോ, മാരി സെൻ.